സിനിമാ മോഹവുമായി 14-കാരൻ ചെന്ന് കയറിയത് ചെന്നൈ വണ്ടിക്ക്. പറഞ്ഞു വരുന്ന വേറൊന്നുമല്ല, ആ ഫീലൊന്നും നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിലും കയ്യിലുണ്ടായിരുന്നത് 1900 രൂപ. അതൊരു ചെറിയ തുകയല്ല. മുൻപ് അമ്മയുടെ തിരുവല്ലയിലെ വീട്ടിലേക്ക് മാത്രം തനിച്ച് പോയിട്ടുള്ള ഈ വിദ്യാർത്ഥി ദീർഘകാല മുന്നൊരുക്കത്തോടെയാണ് ചൊവ്വാഴ്ച പത്തനംതിട്ട ആനിക്കാട്ടെ വീട് വിട്ടത്. രണ്ടാം നാൾ തിരിച്ചെത്തിയ 14-കാരന്റെ യാത്രാ അനുഭവമാണ് ഇനി പ്രേക്ഷകരെ കാത്തിരിക്കുന്നത്. 14 വയസ്സുകാരൻ്റെ അച്ഛനും അമ്മയും അഭിലാഷും ഹേമയും 36 മണിക്കൂറോളം സമയം ടെൻഷൻ്റേതായിരുന്നു. എന്തായാലും പ്രാർത്ഥനകൾക്കും കാത്തിരിപ്പിനൊക്കെ ഫലമുണ്ടായി. സന്തോഷ വാർത്ത നമ്മളെ തേടിയെത്തിയല്ലേ? എങ്ങനെ സംഭവിച്ചത് ഇത്? അത് ഞങ്ങൾ ഇത് ഭയങ്കര ടെൻഷൻ അടിച്ചിരിക്കുമായിരുന്നു. അപ്പോൾ എങ്ങും ഒരു വിവരവും കിട്ടുന്നില്ല. എല്ലായിടത്തും ഇത് ചെയ്ത് എല്ലാം കൊടുത്തിട്ടൊന്നും കിട്ടുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഇവർക്ക് ഒരു കോൾ വരുന്നത്. ഒരു ട്രെയിനിൽ നിന്ന് ഇന്ന പോലെ ഒരു കോൾ വരുന്നപ്പോൾ അന്നപ്പോഴത്തേന് ആ പുള്ളി പറഞ്ഞു, ഇന്ന ആളാണോ ഞങ്ങളുടെ കൂടെ ഉണ്ട്, എൻ്റെ കൂടെ ഉണ്ട് എന്നും പറഞ്ഞ് ഇവൻ്റെ ഫോണിൽ കൊടുത്തു. ഇവൻ്റെ ഫോണിൽ കൊടുത്തൊന്ന് ഇവനോട് സംസാരിച്ചപ്പോഴാവുന്നു ജീവൻ വീണ്. എന്നപ്പോഴാണ് ഇവൻ തിരുവനന്തപുരത്ത് ഇറങ്ങാനായിരുന്നു ടിക്കറ്റ് എടുത്തത്. ആ പയ്യൻ്റെ ഇതുകൊണ്ട് ഏതായാലും ഇവനെ പിടിച്ചോണ്ടെങ്കിൽ പോയിരുന്നു. വീഡിയോ കോൾ വിളിച്ച് മോനെ കണ്ടപ്പോൾ സന്തോഷമായി ഞങ്ങൾക്ക്. തിരിച്ചു കിട്ടിയ മകനെ അച്ഛനും അമ്മയും വാത്സല്യം കൊണ്ട് പൊതിഞ്ഞു. ആ തണലിൽ അവൻ വീട് വിട്ടു പോകാനുള്ള കാരണങ്ങൾ പറഞ്ഞു. ട്യൂഷന് പോകാനെന്ന വ്യാജേനയാണ് വീട്ടിൽ നിന്നിറങ്ങിയത്. പോകുമ്പോൾ ഒരു വിഷുവിനൊന്നായിരുന്നു ഞാൻ പൈസ എല്ലാം സ്വരൂപിച്ച് വെച്ചത്. അന്നേരം ഇപ്പം വരെ ആയപ്പോൾ എല്ലാം കൂടെ 1900 രൂപയായിരുന്നു. അപ്പം ഞാൻ ആലോചിച്ച് ഇനി എങ്ങനെയും പൈസയായി, ഇനി ഒന്ന് പോകണമെന്ന് വെച്ചു. അപ്പോൾ ഇവിടുന്ന് ഫോണിൽ എനിക്കറിയത്തില്ല ട്രെയിൻ എപ്പോഴാണ്. അതുകൊണ്ടാണ് ഞാൻ അമ്മയുടെ ഫോണിൽ നോക്കി ട്രെയിൻ ടിക്കറ്റൊക്കെ നോക്കി. ട്രെയിൻ മധുര ജംഗ്ഷനിലോട്ടുള്ള ട്രെയിൻ ഉണ്ടായിരുന്നു. അപ്പോൾ രാവിലെ ട്യൂഷന് പോകാമെന്ന് പറഞ്ഞ് അമ്മയുടെ അച്ഛൻ്റെ നിന്ന് ഉമ്മയും ഒക്കെ കൊടുത്ത് ഞാനങ്ങ് പോയി. സൈക്കിള് മല്ലപ്പള്ളി വെച്ച് അവിടെ നിന്ന് ചങ്ങനാശ്ശേരി ബസ് കയറി. ചങ്ങനാശ്ശേരി റെയിൽവേ ഉണ്ടായിരുന്നു. റെയിൽവേ ഇറങ്ങിയ ഇവർ പിടിക്കുമെന്ന് വെച്ചിട്ടാണ് റെയിൽവേക്ക് അപ്പുറം ഇറങ്ങി. അപ്പുറം സ്റ്റോപ്പ് ഇറങ്ങി. അവിടെ നിന്ന് ഞാൻ ഇങ്ങനെ നടന്നു വന്നു. അവിടെ ക്യാമറയിൽ കൂടെ കാണുമെന്ന് വെച്ച് മുഖം മൂടിയിട്ടായിരുന്നു ഞാൻ ട്രെയിൻ സ്റ്റേഷനിൽ വന്നത്. മധുര ജംഗ്ഷനിൽ ട്രെയിൻ ഇറങ്ങി. കൊടും തമിഴ് സംസാരിക്കുന്നവരുടെ ഇടയിൽ അല്പം വിയർത്തു. പിന്നെ ചെന്നൈക്ക് പോയി. മഹാനഗരം കണ്ട് അമ്പരന്നു. ആദ്യം പോയിട്ട് അമ്മയുടെ റിലേറ്റീവ് ഉണ്ടായിരുന്നു ചെന്നൈയിൽ. എനിക്ക് സ്ഥലം അറിയാതെ അവരറിഞ്ഞു കാണുമെന്ന് വെച്ചിട്ടാണ് ഞാൻ ചെന്നൈക്ക് പോയി. പക്ഷേ ചെന്നൈ വലിയ സിറ്റിയാണ് ഞാൻ ഇപ്പോഴേ അറിയുന്നത്. പിന്നെ ചെന്നൈക്ക് അവരവിടെ കാണത്തില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ടായിരുന്നു ഞാൻ തിരികെ തിരുവനന്തപുരത്തേക്ക് പോയത്. ഒടുവിൽ കേരളത്തിലേക്കുള്ള വണ്ടി പിടിച്ചു. ആ യാത്രക്കിടെയാണ് മർച്ചന്റ് നേവി ഉദ്യോഗസ്ഥനായ കൊല്ലം സ്വദേശിയെ പരിചയപ്പെട്ടത്. എവിടെ പോകാൻ ഒറ്റയ്ക്കാണോ ചോദിച്ചു. ആദ്യം പറഞ്ഞു ഞാൻ ഒറ്റയ്ക്കാണെന്നൊക്കെ പറഞ്ഞു. എൻ്റെ വീട് എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു തിരുവനന്തപുരത്തൊക്കെയാണെന്നാണ്. പിന്നെ പുള്ളി ഒന്നുകൂടെ ഒന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞ് എനിക്ക് ഞാൻ ഒറ്റയ്ക്കാണ്, ഇന്നപോലെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നതെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞ് അമ്മയും അച്ഛനെയും വിളിച്ച് പറഞ്ഞായിരുന്നു ചോദിച്ചു. ഞാൻ ഇല്ലെന്നാണ് പറഞ്ഞ്. അവൻ ഒന്ന് വിളിച്ച് പറയാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ നമ്പർ ആ പുള്ളിക്ക് കൊടുത്തു. എൻ്റെ അമ്മയുടെ ആ പുള്ളി അമ്മയെ വിളിച്ചു. തൻ്റെ പോക്ക് വലിയ വാർത്തയായ വിവരം അച്ഛൻ്റെ മൊബൈൽ ഫോണിൽ കണ്ട് ഞെട്ടി. സിനിമ മോഹമായി തന്നെ കൂടെയുണ്ട്. എന്നിരുന്നാലും ആ വഴിക്ക് ഉടനൊരു യാത്രയില്ലെന്നാണ് 14-കാരൻ പറയുന്നത്. CK അഭിലാൽ, മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട. CK അഭിലാൽ ഉണ്ട് കൂടെ. ഗുഡ് മോർണിംഗ് അഭിലാൽ. വല്ലാത്തൊരു പോക്കായിപ്പോയി ഈ ചെക്കൻ ചെയ്തത് എന്നാണ് ഈ വാർത്ത വന്നപ്പോൾ എല്ലാ മലയാളികളും മനസ്സിൽ ആലോചിച്ച് പോയത്. എന്തായാലും നമ്മുടെ മക്കൾക്കൊക്കെ ഒരു ഉപദേശം കൂടി വേണം. ഈ മക്കളൊന്നും ഇങ്ങനെ ഒരു തോന്നലിൽ ഇറങ്ങി തിരിച്ച് പോകരുത്. അമ്മയെ അച്ഛനെ ഒന്നും വേദനിപ്പിക്കരുത്. അത് മാത്രമാണ് ഞാൻ ഈ റിപ്പോർട്ട് കാണുമ്പോൾ ആലോചിച്ചുകൊണ്ടിരുന്നത് അഭിലാലെ. കുഞ്ഞുങ്ങൾ വീട് വിട്ടു പോയ നിരവധി സംഭവങ്ങൾ ഇതിനു മുമ്പ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിനൊക്കെ ഒരുപക്ഷെ കാരണമായിട്ടുണ്ടാവുക മാർക്ക് കുറഞ്ഞതിന് രക്ഷിതാക്കൾ സഹായിച്ചതോ മൊബൈൽ ഫോണോ സൈക്കിളോ വേണമെന്നുള്ള ആവശ്യം അംഗീകരിക്കപ്പെടാത്തതോ ഒക്കെ തന്നെയാണ് കാരണം. എന്നാൽ ഒരു സിനിമാ മോഹം തലയ്ക്ക് പിടിച്ച് ഒരു 14-കാരൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്നുള്ളതും അവനെ വളരെ വേഗത്തിൽ യാദൃശ്ചികമായി തിരിച്ചു കിട്ടി എന്നുള്ളതുമാണ് മല്ലപ്പള്ളിയിലെ ഈ സംഭവത്തെ വ്യത്യസ്തമാക്കുന്നതും വാർത്തയ്ക്ക് പ്രാധാന്യമുള്ള വിഷയമാക്കി മാറ്റിയിട്ടുള്ളതും. ഇന്നലെ ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ ആ വീടിൻ്റെ അന്തരീക്ഷം തികച്ചും വ്യത്യസ്തമാണ്. കാരണം മറ്റ് ഇടങ്ങളിൽ നിന്നും കുഞ്ഞുങ്ങൾ പോകുന്നതിന് ഇടയാക്കിയിട്ടുള്ള ഒരു ഗ്രഹാന്തരീക്ഷവും അവിടെയില്ല. അച്ഛനും അമ്മയും വലിയ താല്പര്യത്തോടു കൂടി ഞങ്ങളോട് സംസാരിക്കുന്നു. ഒപ്പം തന്നെ മകനോട് ഏറെ വാത്സല്യത്തോടു കൂടി പെരുമാറുന്നു. അത് കാണുമ്പോൾ ഗ്രഹാന്തരീക്ഷത്തിലെ മോശപ്പെട്ട യാതൊരു അനുഭവങ്ങളും ഉണ്ടായിട്ടില്ല എന്നും അതൊന്നും അവൻ്റെ ഈ പോക്കിന് കാരണമായിട്ടില്ല എന്നുള്ളതും വ്യക്തമാണ്.
അച്ഛനെ വിളിച്ച് സംസാരിച്ച ഘട്ടത്തിൽ മകൻ തിരിച്ച് എത്തിയതിലുള്ള സന്തോഷം പങ്കുവെക്കുകയും ഒന്ന് വീട്ടിലേക്ക് വരണമെന്നും നിങ്ങൾ 3 പേരെയും ഒന്ന് നേരിൽ കാണണമെന്നും ഒക്കെ പറഞ്ഞപ്പോൾ വലിയ സന്തോഷത്തോടുകൂടിയാണ് അദ്ദേഹം സ്വീകരിച്ചത്. സാധാരണഗതിയിൽ കുട്ടികൾ വീട് വിട്ട് പോയി തിരികെ എത്തുമ്പോൾ പിന്നീടൊരു വാർത്തയ്ക്ക് അല്ലെങ്കിൽ ഒരു ടെലിവിഷൻ ചാനലിന് അഭിമുഖം നൽകാൻ രക്ഷിതാക്കൾ ആരും തന്നെ തയ്യാറാകത്തില്ല. പക്ഷേ അതിൽ നിന്നൊക്കെ തന്നെ വ്യത്യസ്തരായിരുന്നു ഈ 14-കാരൻ്റെ അച്ഛനും അമ്മയും എന്നുള്ളതാണ്. ഞങ്ങളവിടെ എത്തുമ്പോൾ ഈ 14-കാരൻ തൊട്ടടുത്ത വീട്ടിൽ സുഹൃത്തിനോടൊപ്പം സംസാരിച്ചിരിക്കുകയാണ്, അവരുടെ വീട്ടിലാണ്. അപ്പോൾ ഞങ്ങൾ ചെന്ന് കണ്ടപ്പോൾ ചാനലിൽ നിന്ന് ആളുകൾ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഇവനെ അച്ഛൻ പോയി കൂട്ടിക്കൊണ്ട് വരികയാണ്. അവനെ ആദ്യമായി കാണുമ്പോൾ നേരിട്ട് മുൻപ് പരിചയമില്ലെങ്കിൽ പോലും സിനിമാ മുഖം തലയ്ക്ക് പിടിച്ച് വീട്ടിൽ നിന്ന് പോയി എന്നുള്ള ആ വിവരവും എന്നെ അന്വേഷിക്കേണ്ടതില്ല, 5 വർഷത്തിന് ശേഷമേ ഞാൻ തിരികെ വരത്തുള്ളൂ, സിനിമയിൽ അഭിനയിക്കാൻ പോവുകയാണ് എന്നുള്ള വിവരം കുറിപ്പെഴുതി വെച്ച് പോയ 14-കാരനാണ് എന്നുള്ള ഓർമ്മ പെട്ടെന്ന് വന്നപ്പോൾ സത്യത്തിൽ മുഖത്ത് വലിയ ചിരിയാണ് ഉണ്ടായത്. ഞങ്ങളെ കണ്ടപ്പോഴും അദ്ദേഹം വലിയ ചിരിയോടുകൂടി തന്നെയാണ് സ്വീകരിച്ചത്. ഒപ്പം തന്നെ അച്ഛനും അമ്മയും നിൽക്കുമ്പോൾ തന്നെ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ കാര്യമായ കാര്യങ്ങൾ, ഈ സംഭവവുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും തുറന്നു പറയാൻ ഈ 14-കാരൻ തയ്യാറാവുകയാണ്. ഒപ്പം തന്നെ താൻ പോയാൽ തനിക്ക് പിന്നാലെ അന്വേഷണം വരുമെന്നുള്ള കാര്യം അവൻ്റെ ചെറിയ ബുദ്ധിയിൽ ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ അത് പിടിക്കപ്പെടാതിരിക്കാൻ എന്തൊക്കെ ചെയ്യാമോ എന്നുള്ളത് മുൻകൂട്ടി നല്ല ധാരണയുണ്ടായിരുന്നു. അങ്ങനെ ചങ്ങനാശ്ശേരിയിൽ സാധാരണ അന്വേഷണം എത്തുന്നത് ചങ്ങനാശ്ശേരിയിലെ ബസ് സ്റ്റോപ്പിലേക്കായിരിക്കും എന്നുള്ള കാര്യം അവൻ അറിയാമായിരുന്നു. അതുകൊണ്ട് തൊട്ടടുത്ത ബസ് സ്റ്റോപ്പിൽ ബസ് ഇറങ്ങിയിട്ട് അവിടേക്ക് നടന്നു വന്നു. CCTV ക്യാമറ ഉള്ളത് ഏതൊക്കെ ഇടങ്ങളിലാണ് എന്നുള്ള സംശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ എത്തുമ്പോഴൊക്കെ തന്നെ മുഖം മറച്ചു. അങ്ങനെ പിടിക്കപ്പെടാതിരിക്കാൻ എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ എന്നുള്ളത് നല്ല പ്ലാനിങ് ആയിരുന്നു. ഒപ്പം തന്നെ 1 വർഷം മുൻപ് മുതലേ ഈ യാത്രയ്ക്കുള്ള പൈസ സമ്പാദിച്ചു വരികയായിരുന്നു. കഴിഞ്ഞ വർഷം വിഷു കാലത്ത് ലഭിച്ച കൈനീട്ടമടക്കമുള്ള തുക മാറ്റിവെച്ച് അങ്ങനെ 1900 രൂപ എന്നുള്ള സംഖ്യയിലേക്ക് എത്തിയപ്പോൾ എന്നാലിനി യാത്രയാകാമെന്ന് പറഞ്ഞാണ് ചൊവ്വാഴ്ച രാവിലെ 6:30 ട്യൂഷനാണെന്ന് പറഞ്ഞ് അദ്ദേഹം ഇറങ്ങുന്നത്. അച്ഛനും അമ്മയ്ക്കൊക്കെ ഉമ്മ കൊടുത്ത് ഇറങ്ങിപ്പോയപ്പോഴൊന്നും അവർ കരുതിയിരുന്നില്ല ഇതൊരു ചെന്നൈ യാത്രയാണെന്ന് കരുതിയിരുന്നില്ല. പക്ഷേ ട്യൂഷൻ ക്ലാസ്സിൽ അവൻ എത്തിയിട്ടില്ല എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് പിന്നീട് പോലീസ് അന്വേഷണത്തിലേക്കൊക്കെ കാര്യങ്ങൾ എത്തിയത്. എന്തായാലും മധുരയിൽ അവൻ ചെന്നിറങ്ങിയ സ്ഥലത്തെ കൊടും തമിഴ് പറയുന്ന ആളുകളുടെ ഇടയിൽ പെട്ടുപോയത് വലിയ അസ്വസ്ഥത സൃഷ്ടിച്ചു. ഭക്ഷണം നന്നായില്ല. അങ്ങനെ തിരുവനന്തപുരത്തേക്ക് വണ്ടി കയറുന്നു. യാദൃശ്ചികമായി കൊല്ലം സ്വദേശിയായ മർച്ചൻ്റ് നേവി ജീവനക്കാരനുമായി സംസാരിക്കുന്നു. അങ്ങനെ വീട് വിട്ട് വന്നതാണ് എന്ന് മനസ്സിലാക്കി കുട്ടിയിൽ നിന്ന് തന്നെ ഏതായാലും യാതൊരു പ്രശ്നങ്ങളും കൂടാതെ ആളിങ്ങ് തിരിച്ചെത്തിയല്ലോ എന്നൊരു സമാധാനമുണ്ട്. മക്കളൊക്കെ ഇങ്ങനെ തുടങ്ങിയാൽ എന്ത് ചെയ്യും എന്നുള്ളതാണ്. ഒരു കുറിപ്പൊക്കെ എഴുതി വെച്ച് അങ്ങ് പോവുക. ഏതായാലും ചിലരൊക്കെ മനസ്സിൽ വിചാരിക്കുന്നുണ്ടാവും, ഈ ഒരു മഹാനടനെയാണല്ലോ എല്ലാവരും കൂടെ ഇടപെട്ട് ഇല്ലാതാക്കി കളഞ്ഞ, നടനാവാനൊക്കെ ഇനിയും സമയമുണ്ട്. അപ്പം ആദ്യം പഠനമൊക്കെ പൂർത്തിയാക്കി ഒരു നല്ല കുട്ടിയായി പിന്നീട് അങ്ങോട്ട് ഈ അഭിനയത്തെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നതായിരിക്കും നല്ലത്. അതൊരു മോശം തോന്നലൊന്നുമല്ല സിനിമയിൽ അഭിനയിക്കണം എന്നുള്ളത്.